ഹായ് എവ്രി വൺ, ഡോക്ടർ മഞ്ജുള ഹിയർ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള PSCയുടെ DME സ്റ്റാഫ് നഴ്സ് പരീക്ഷ നാളെയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരെയും കഴിഞ്ഞു കാണും. എന്നാലും പലരും ടെൻഷനിലും ആകാംക്ഷയിലും ഒക്കെ ആയിരിക്കും. ദർ വിൽ ബി ഫിയർ, ആങ്സൈറ്റി, കൺഫ്യൂഷൻ. ചിലരെങ്കിലും ഈ നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ്സ് ഒരു പരിധിവരെയും എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് ഒരു 13 ടിപ്സ് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബീങ് താങ്ക്ഫുൾ. അത് പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ കാര്യത്തിലും അത് വേണം. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ കുഞ്ഞു 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 കാര്യങ്ങൾക്കും സേ താങ്ക് യു. ആൻഡ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഹെൽപ്സ് ടു കാം യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ ഒത്തിരി ശാന്തമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണ്? ബോക്സ് ബ്രീതിങ്. ബോക്സ് ബ്രീതിങ് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. അതിന് നേവി സീൽ ബ്രീതിങ് എന്നും പറയും. ഈ നേവി സീൽസ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണല്ലോ അവരെപ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവരൊന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബോക്സ് ബ്രീതിങ് എന്ന് പറഞ്ഞാൽ യു ടേക്ക് 4 seconds ടു ഇൻഹെയിൽ, ദെൻ ഹോൾഡ് യുവർ ബ്രെത്ത് ഫോർ അനദർ 4 seconds, എക്സ്ഹെയിൽ ഫോർ അനദർ 4 seconds, അഗെയിൻ ഹോൾഡ് for 4 seconds, then repeat the whole process. മനസ്സിലായോ? സോ ഡു ദാറ്റ്. അത് കഴിയുമ്പോഴേക്കും അവർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുതരും. അപ്പോൾ എന്ത് ചെയ്യണം? കിട്ടിയ പാടെ ചറപറാന്ന് എഴുതി തുടങ്ങാതെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇൻസ്ട്രക്ഷൻസ് ആദ്യം ഒന്ന് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 100 വരെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകുക. അതിനാണ് സ്കിം ആൻഡ് സ്കാൻ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ഇരുന്ന് വായിക്കണം, ഓപ്ഷൻ വായിക്കണം എന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോയാൽ നിങ്ങളുടെ ബ്രെയിൻ അത്രയ്ക്കും സ്മാർട്ട്, അതെല്ലാം അങ്ങനെ ഒപ്പിയെടുത്തോളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കിം ആൻഡ് സ്കാൻ. ആ സ്കാനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കീ വേർഡ്സ് എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ ഉടക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് വരച്ചോളൂ. ഓക്കെ, ദ കീ സർട്ടൻ തിങ്സ് വിച്ച് വിൽ ക്യാച്ച് യുവർ ഐ. അതിനായിട്ട് തപ്പിപ്പോണ്ട. നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 100 വരെ നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഒരു മാക്സിമം 5 മിനിറ്റ് പോലും എടുക്കരുത്. ആ രീതിയിൽ, ആ സ്പീഡിലാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഓരോരോ പേജ് ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ തോന്നും. അതൊക്കെ അങ്ങോട്ട് ടിക്ക് ചെയ്ത് പോവുക. പിന്നെ എന്തെങ്കിലും ഒക്കെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള എന്തെങ്കിലും കീ വേർഡ്സ് നിങ്ങളുടെ കണ്ണിൽ ഉടക്കുകയാണെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പോൾ അതാണ് സ്കിം ആൻഡ് സ്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുക. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ ഓപ്ഷൻസ് അവിടെ വിട്ടേക്ക്. ആദ്യം തന്നെ ഒരു ഓപ്ഷൻസ് നോക്കരുത്. ജസ്റ്റ് ക്ലോസ് ദാറ്റ് ഓപ്ഷൻസ്. അവിടേക്ക് നിങ്ങളുടെ കണ്ണേ പോണ്ട. ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം ഒന്ന് വായിക്കുക. എന്നിട്ട് കെയർഫുൾ ആയിട്ട് വേണം വായിക്കാൻ. വേഗത്തിൽ വായിച്ചു വിടരുത്. കെയർഫുൾ ആയിട്ട് ഒന്ന് വായിക്കുക. കെയർഫുൾ എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സമയം എടുത്ത് വായിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഹാർഡ്ലി 100 ക്വസ്റ്റ്യനും 90 മിനിറ്റ് എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 54 സെക്കൻഡ്സേ വരുന്നുള്ളൂ. 1 മിനിറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല പൂർണ്ണമായിട്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചില വാക്കുകളുണ്ട്. അത് ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. എക്സെപ്റ്റ്, നോട്ട്, ഓൾ ഓഫ് ദ ഫോളോയിങ്, അങ്ങനത്തെയൊക്കെ ചില വാക്കുകൾ, ഡിസ്ട്രാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫുൾ ആൻസറും തെറ്റി അല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അടുത്ത ടിപ്പ്, 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എലിമിനേഷൻ മെത്തേഡാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു, അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സിലൊരു ചിലപ്പോൾ ഒരു ആൻസർ കാണും. നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, അല്ലെങ്കിൽ ആ ഏരിയ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലാതെ തന്നെ ആൻസർ വരും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ആൻസർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഓപ്ഷൻ നോക്കും. നിങ്ങൾ ഒരിക്കലും തെറ്റിക്കത്തില്ല അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ദെൻ ഗോ ടു ദി ഓപ്ഷൻസ് ആൻഡ് റീഡ് ദ ഓപ്ഷൻസ്. അതിനകത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും 4 ഓപ്ഷൻസിൽ 2 എണ്ണം തെറ്റാണെന്ന്. അപ്പോൾ ആ തെറ്റായിട്ടുള്ള ഓപ്ഷൻസിന് ആദ്യം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തേക്കുക. ഒരു പെൻസിൽ വെച്ചേക്കുക. പെൻസിൽ കൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്ഷൻ A നിങ്ങൾക്ക് മനസ്സിലായി, അത് എന്തായാലും തെറ്റാണ്, അതിനൊന്ന് വെട്ടിയേക്കാം. ഓപ്ഷൻ D തെറ്റാണ്, അതിനെ ഒന്ന് വെട്ടിയേക്കാം. ഞാൻ പറയുന്നത് ഇതൊന്നും അധികം സമയം എടുക്കത്തില്ല. നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിനെ അങ്ങ് വെട്ടിപ്പോകുമ്പോൾ, കാരണം അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് പറ്റും? വി അഗെയിൻ ട്രൈ ടു റീഡ് ഓപ്ഷൻ A ആൻഡ് ഓപ്ഷൻ D ഈവൻ ദോ യു നോ ദാറ്റ് ഇറ്റ് ഈസ് റോങ്. അങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോകും. അങ്ങനെ വരാതിരിക്കാൻ നമ്മളിങ്ങനെ, ഇതൊക്കെ സയൻസ് ആണ് ഞാൻ ഈ സംസാരിക്കുക. അപ്പോൾ വിഷ്വലി നമ്മൾ അതങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, പെൻസിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? ബിയും സിയും. അപ്പോൾ അത് ആ 2 എണ്ണം മാത്രമേ നിങ്ങളുടെ കണ്ണിൽ ഉടക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഫോക്കസ് ആയി. എന്നിട്ട് അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യണം ഏതാണെന്ന്. അപ്പോൾ അതെങ്ങനെ റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും
ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് യു. ഡു നോട്ട് ഡു ദാറ്റ്. അപ്പം ഒരു നമുക്ക് ആ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ ഇസ് ഈവൻ ഹയർ. 50% ചാൻസ് കൂടുതലാണ് ആൻസർ കറക്റ്റ് ആക്കാനുള്ളത്. ഓക്കെ, അതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ ടിപ്പ് എന്താണ്? 6ാമത്തെ ടിപ്പ് എനിക്ക് പറയാനുള്ളത് അവോയ്ഡ് ബ്ലൈൻഡ് ഗെസ്സിങ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെറുതെ ഇങ്ങനെ കറക്കി കുത്തരുത്. ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് വി ഡോണ്ട് വോണ്ട് ടു ലൂസ് എനി നെഗറ്റീവ് മാർക്കിങ്സ്. റാൻഡം ഗെസ്സിങ് എപ്പോഴും മാർക്ക് ലൂസ് ചെയ്യും. സോ ഡു നോട്ട് ഡു ദാറ്റ്. 7ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഷോർട്ടായിട്ടും 100% ഷുവർ ആയിട്ടുള്ള ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കി അറിയത്തില്ല, വിട്ടേക്കാം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടോ, വിട്ടേക്കാം. കൺഫ്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് വിട്ടേക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി കൺഫ്യൂഷൻ, വിട്ടേക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കി ഓക്കെ ഇത് എനിക്കറിയാം, കറക്റ്റ്, അതിന് നമ്മൾ മാർക്ക് ചെയ്യുക. 4th ക്വസ്റ്റ്യൻ അറിയില്ല, വിട്ടേക്കാം. 5th അറിയാം, മാർക്ക് ചെയ്യുക. അങ്ങനെ 100% നിങ്ങൾക്ക് കറക്റ്റാണ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ 100% ഷുവർ ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ബിക്കോസ് യു ഹാവ് പ്ലെന്റി ഓഫ് ടൈം ടു കം ബാക്ക് അഗെയിൻ. ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 100% അറിയാവുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ അധികം സമയം എടുക്കുന്നില്ല, മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന അത്രയും ടൈം നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ല. സോ ദോസ് ടൈം യു ക്യാൻ യൂട്ടിലൈസ് ഫോർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഓർ ട്രിക്കി ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അങ്ങനെ കറക്റ്റ് ആദ്യത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരാം. 8ാമത്തെ ടിപ്പ് എന്താണ്? നമ്മൾ ഇൻ്റലിജൻറ്റ് ഗെസ്സിങ് ചെയ്യണം. ഓക്കെ, നമുക്ക് അറിയാൻ വയ്യാത്തത് ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉള്ളതിന് നമുക്ക് ഇൻ്റലിജൻ്റ്ലി ഗെസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യും? നമ്മളിപ്പോൾ ചോയ്സസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാരോ ഡൗൺ ചെയ്യുന്നു. എയും ഡിയും തെറ്റാണ്, അത് നമ്മൾ തെറ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ബിയും സിയും ഉണ്ട്. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻ്റലിജൻറ്റ് ഗെസ്സിങ് ആണ് അവിടെ ആവശ്യം. അപ്പോൾ ബിയിലും സിയിലും നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യണം, വിച്ച് ഗോസ് ബെസ്റ്റ്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണ്, അതായിരിക്കും ഉത്തരം. മനസ്സിലാവും. അവിടെ ഒരു ഇച്ചിരി നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഒരു 90% അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. അടുത്തത് ടിപ്പ്, 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ വാച്ച് ഔട്ട് ഫോർ സം അബ്സല്യൂട്ട് വേർഡ്സ്. അബ്സല്യൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ലൈക്ക് ഓൾവേസ്, നെവർ, മസ്റ്റ്, അങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിലോടക്കണം. ബിക്കോസ് ഇതൊക്കെ ഒരു ട്രാപ്പാണ്. അപ്പോൾ ദി ബെസ്റ്റ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ദിസ് ഷുഡ് നെവർ ബി ഗിവൺ എന്നൊക്കെ പറയുന്നതും നിങ്ങൾ ചിലപ്പം സ്കിപ്പ് ചെയ്ത് പോകാം. So this has to be dealt with in a very very clever manner. ഈ വേർഡ്സും കണ്ണിൽ ഒടക്കണം. അടുത്ത ടിപ്പ് നമ്പർ 10 എന്ന് പറയുന്നത്, ഡോണ്ട് കീപ് ചേഞ്ചിങ് യുവർ ആൻസേഴ്സ്. ചില ആൾക്കാർക്ക് അതൊരു പ്രശ്നമുണ്ട്. ബിക്കോസ് ആദ്യം ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഇതാണോ ഇതിൻ്റെ ഉത്തരം, അല്ലല്ലോ, ആയിരിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഇരുന്ന് മാറ്റിയിട്ട് ചോയ്സ് വേറെ മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് unless and until you are sure that the first one is wrong, never do that. Avoid changing it. ചിലപ്പോൾ നമുക്കിത് ഈ ഒത്തിരി സമയമൊക്കെ എല്ലാം എഴുതി 100 എണ്ണം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ആദ്യം കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളതൊക്കെ ചിലപ്പോൾ റബ്ബ് ചെയ്ത് നമ്മൾ എഴുതാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ബ്രെയിൻ. യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഈസ് ഓഫൺ കറക്റ്റ്. ഇത് ഞാൻ അടിക്കെട്ടി പഠിച്ചൊരു പാഠമാണ് ഇത് എൻ്റെ ലൈഫിൽ. നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, അതിൽ വരുന്ന ഒരു തോട്ട് പ്രോസസ്സ്, ഒരു ചെറിയൊരു സ്പാർക്ക്, അതാണ് എപ്പോഴും 100% കറക്റ്റ്. പിന്നെ നമ്മൾ ബുദ്ധിയിട്ട് അതിനകത്ത് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴാണ് ഇതെല്ലാം മാച്ച് പിന്നെ കൺഫ്യൂഷൻ അടിച്ച് വേറെ ആക്കി തെറ്റിച്ചും ഒക്കെ വരുന്നത്. അടുത്ത ടിപ്പ് എന്താണ്? ടു മാനേജ് യുവർ ടൈം വൈസ്ലി. നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു 54 സെക്കൻഡ് കിട്ടുള്ളൂ, ഹാർഡ്ലി 1 മിനിറ്റും ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ സമയം കിട്ടുമ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദ ടൈം, ഹൗ വി ആർ സ്പെൻഡിങ് ഇറ്റ്. ഓക്കെ, സോ ഈ 54 സെക്കൻഡിൽ ചില ക്വസ്റ്റ്യൻസിന് അത്രയും കൂടെ സമയം വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര വൈസായിട്ട് ചെയ്യണം. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ട്രിക്കി ആണെന്ന് തോന്നി, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ സമയം എടുക്കണം എന്ന് തോന്നുന്നു, അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിൽക്കുക. ജസ്റ്റ് മൂവ് അഹെഡ്. ഓക്കെ, യു ക്യാൻ എനി ടൈം കം ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ ലേറ്റർ ഇഫ് ഇറ്റ് ഇസ് നീഡഡ്. ഇനി 12ാമത്തെ ടിപ്പ് എനിക്ക് പറയാനുള്ളത്, പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ്. അത് നിങ്ങൾ ഓൾറെഡി ഇഷ്ടം പോലെ ചെയ്ത് കഴിഞ്ഞു. ഞാനും നിങ്ങൾക്ക് ഗ്രാൻഡ് ടെസ്റ്റ് 100 എണ്ണം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് OMR ഷീറ്റ് വരെ തന്നിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഓൾ ഓഫ് യു വുഡ് ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ ടൈം വെച്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെ വരുന്നു, കൂടുതലാണോ അതോ നിങ്ങൾക്ക് ഇനിയും ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം ഇനിയും സമയമുണ്ട്. യു ക്യാൻ വെരി വെൽ ഡു ഇറ്റ്. 90 മിനിറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത്രയും കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു 25 ക്വസ്റ്റ്യൻ എടുക്കുക. എന്നിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു ഇത് വെക്കൂ, സ്റ്റോപ്പ് ക്ലോക്ക് ഓൺ ചെയ്ത് വെക്കുക.
അലാം ഓൺ ചെയ്ത് വെക്കുക. 54 സെക്കൻഡ് ആകുമ്പോൾ റിങ് ചെയ്യുന്ന തരത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ 54 സെക്കൻഡ് എടുക്കുന്നുണ്ടോ, അതോ അതിൽ കൂടുതൽ പോകുന്നുണ്ടോ, കുറവ് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. 54 വെക്കണ്ട, 50 വെക്കൂ. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കണം. അത് കഴിഞ്ഞാലോ, അപ്പോൾ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ധാരണ ഉണ്ടാവും നിങ്ങളുടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. And the last tip, but the most important thing that I have to tell you is stay calm and confident. Very, very, very important. Because ഈ നെഗറ്റീവ് മാർക്കിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാംനെസ് ഉള്ളിലില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പാനിക് അടിച്ചു കഴിഞ്ഞാൽ യു വിൽ മേക്ക് ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് യു. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെങ്കിലും അത് പ്രശ്നമില്ല. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ പാനിക് അടിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു, നമുക്ക് അറിയുന്നതും കൂടി മിസ്റ്റേക്ക് ആക്കി വെക്കും. അതുകൊണ്ട് പ്ലീസ് സ്റ്റേ കാം. അതിനാണ് ഞാൻ പറഞ്ഞ ഈ നേവി സീൽ ബ്രീതിങ് അല്ലെങ്കിൽ ബോക്സ് ബ്രീതിങ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്തോളൂ. എത്ര സമയം വേണ്ടി വരും? അത് ഒരു 3-4 റൗണ്ട് ചെയ്താൽ മതി. 3 റൗണ്ട്സ് ചെയ്താൽ മതി. 4 സെക്കൻഡ്സ് ഉള്ള ഒരു ബോക്സ് 3 റൗണ്ട്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രിങ് സോ മച്ച് ഓഫ് കാം ആൻഡ് പീസ് ടു യുവർ മൈൻഡ്. ട്രസ്റ്റ് മീ, യു ഡു ദിസ് ആൻഡ് യു വിൽ നോ ദി ഡിഫറൻസ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഐ വിഷ് ഓൾ ഓഫ് യു വെരി ബെസ്റ്റ് ഇൻ യുവർ എക്സാമിനേഷൻസ്. ഡു വെൽ. ഇത്രയും നാളും ചെയ്ത നിങ്ങളുടെ വർക്ക് ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. ഐ എം 100% ഷുർ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നു. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്യും. ഐ എം 100% ഷുവർ അബൌട്ട് ദാറ്റ്. നിങ്ങളും ഭയക്കാതെ, യു ഷുഡ് ഓൾസോ ബി ഷുവർ അബൌട്ട് ഇറ്റ്. Okay, so thank you very much.